കൈക്ക് എന്ത് പറ്റി? ഓ, ചെറിയൊരു ആക്സിഡന്റ്. വണ്ടിയിലൊക്കെ പോകുമ്പോ സൂക്ഷിക്കണ്ടേ? ആ, ഞാൻ കുറുപ്പ്, പ്രൊഫസർ കുറുപ്പ്. ഞാൻ നായരാ. രസികനാണല്ലോ. നമ്മുടെ ശരിക്കുള്ള പേരെന്താ? ജീവൻ. അത് നന്നായി, വളരെ നല്ലത്. പുറപ്പെട്ടു. ഇപ്പോഴത്തെ ട്രെയിനിന്റെ സമയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാരണവശാലും എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ, പക്ഷെ ഓർത്തെടുക്കാൻ പറ്റണില്ല. ശരിക്കും ഇല്ല, പിടികിട്ടണില്ല. എന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ആളുകളെ ഇങ്ങനെ കുഴപ്പത്തിലാക്കിയിട്ട് എന്താ ഒരു പുണ്യം? എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ. മംഗലാപുരത്തെ അധോലോക രാജകുമാരന് ഒരു സാധാ പോലീസ് കമ്മീഷണറുടെ മുമ്പില് ഇങ്ങനെ ഒരു ഡ്രാമയുടെ ആവശ്യമുണ്ട്. നവനീത കൃഷ്ണനെ അറിയാല്ലേ? നമ്മുടെ കിച്ചുവാന്ന് വെച്ചാവും. ഇടയ്ക്കൊക്കെ അവൻ ഗോവയിലോ മംഗലാപുരത്തോ ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അനന്തകൃഷ്ണൻ, ഒറ്റപ്പാലം NSS കോളേജിലെ ബോട്ടണി ലെക്ചറാണ്. സോറി, വിസിറ്റിംഗ് കാർഡെല്ലാം തീർന്നു. സാരമില്ല, NSS കോളേജിൽ ബോട്ടണി ലെക്ചറാണെന്നല്ലേ പറഞ്ഞത്? ഓർണിത്തോളജി, ബേർഡ് വാച്ചിങ് എന്റെ ഹോബി. നവനീത് കൃഷ്ണൻ എന്റെ ട്വിൻ ബ്രദറാണ്. ഇയാളേക്കാൾ 12 മിനിറ്റ് മൂത്തതാ മറ്റേ. നോക്കി നിൽക്കാതെ ചാടി എടുക്കടാ കഴുതേ. ഓ, ആർക്കടി ഫോൺ? അച്ഛനല്ല. തർക്കുത്തരം അല്ല, അതൊന്നും പറയാൻ പഠിച്ചിട്ടില്ല. 10 ഗുണം 10 ഗുണം. കാലത്ത് തന്നെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്താടി എത്ര നേരായി? ഫോണുണ്ട്, നീ നമ്പർ വാങ്ങി വെക്കേ, ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറ. ഇതാ ഡിസ്കവറി ചാനലുകാരാ. ഒരു കാര്യം ചെയ്യ്, ഞാൻ 10 മണിക്ക് മുമ്പ് അങ്ങ് സ്പോട്ടിൽ എത്തിക്കോളാന്ന് പറ. എനിക്ക് വയ്യ, മഴ കൊടാന്ന് ഇംഗ്ലീഷാ. ഒരു ഫോണിന് റിപ്ലൈ ചെയ്യാൻ വയ്യെങ്കിൽ നീ എന്ത് MSc അടി പഠിക്കണേ? ഓടി എഴുതേ, പോയി പറ. നിനക്ക് അപ്പുറത്ത് പോയിരുന്ന് പഠിച്ചൂടെ? ഇവിടെ എന്താ? ഹലോ, he's taking bath, 10 o'clock. He is coming to spot. Okay, thank you. എന്തു പറഞ്ഞു? He is taking bath, 10 o'clock. He is coming to spot. Okay, thank you. പൊടി, അങ്ങനെയൊന്നല്ല ഏട്ടാ, നല്ലോണം തന്നെ പറഞ്ഞേ. അവിടെ ഇരുന്ന് പഠിക്കില്ല, നീ പ്രീ ഡിഗ്രിക്ക് തോക്കും. അപ്പോഴും കാണണേ ഈ തമാശ. വരണോ? അവക്ക് കരുനാക്കാ, നീ സൂക്ഷിച്ചോ. ഓ, എനിക്കിപ്പോ അങ്ങനെ പേടിയൊന്നുമില്ല. പ്രീ ഡിഗ്രിക്ക് തോറ്റവരെ കെട്ടാനും ആരെങ്കിലും ഒക്കെ വരാണ്ടിരിക്കൊന്നുമില്ലല്ലോ. എന്ത് ഇത് കേട്ടോ അമ്മേ? ഓ, ഒരു വലിയ കാര്യം കിട്ടിയിരിക്കുന്ന വിചാരം. നിനക്ക് ഇത്തിരി കൂടണ്ട്. എന്താ കാലത്ത് ഏട്ടനും അനിയത്തി കൂടെ? അച്ഛൻ ദേഷ്യം പിടിക്കണതിൽ ഒരു തെറ്റുമില്ല, ഇവക്ക് ഇത്തിരി ജാസ്തിയാ. അത് പിന്നെ മുറിച്ചാ മതി. നീ വേഗം ഒന്ന് ഈ നാളികേരം ചരികെ. ഇനിയിപ്പോ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങി ഒറ്റ പോക്കാവും. അവളെയും കൂടി ഇങ്ങോട്ട് വിളിച്ചാൽ എന്താ? അവളോടെ പഠിക്കൊന്നുമല്ല. ഇന്നിവിടെ കഞ്ഞിയും വെള്ളമൊന്നും ഇല്ലേ? കാലത്ത് മുതൽ പറമ്പിലാ, വിശപ്പും ദാഹവും ഒക്കെ കാണും. മനുഷ്യനാ. ഇതേ അയക്കണു, കയ്യും മോൻ കഴിയിട്ട് വന്നോളൂ. Yeah. Get me a closer look at the left leg of the left one. See that? But any species for that matter, individual variations are expected to a minor extent, if I'm right. Could be possible. I think it's high time we give some identity marks. I do agree I'm old-fashioned, but sometimes it works. അവറ്റയുടെ സ്വൈരം കെടുത്തിക്കൊണ്ട് റിസർച്ച് ചെയ്യാൻ റയർ കാറ്റഗറിയിൽ പെടുന്നൊന്നുമല്ലല്ലോ. Willie, Yeah? how and why they are here in this climatic reality?
That should be our only area of concern. Since we've confirmed the species, what we should now proceed with is more of its environmental aspects and their behavioral pattern. If you dare intrude into their niche, then you don't get their behaviors right. Yeah, that's true. I'll be right back. കോളേജിൽ പോയിരുന്നു. മിക്കവാറും ലീവ് അല്ലേ? കുറച്ചു ദിവസമായി ആഫ്രിക്കൻ വനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരിനം പ്രാവിനെ ഇവിടെ കണ്ടെത്തി. അതിന്റെ ഒരു സ്റ്റഡി നടക്ക്. അല്ല, അന്ന് പറഞ്ഞൊന്നും അത്രയ്ക്കങ്ങോട്ട് വിശ്വാസം വന്നിരുന്നില്ലല്ലേ? എക്സാക്ട്ലി, ദാറ്റ്സ് മൈ പ്രോബ്ലം. ഒരു റിക്വസ്റ്റ് ഉണ്ട്. കിച്ചുവായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ജീവൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ വീട്ടിലാരോടും പറയില്ല. അവിടെ ആരും അവനെപ്പറ്റി സംസാരിക്കാറില്ല. അവനെപ്പറ്റി കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടവും അച്ഛന് ദേഷ്യവും. പ്രൊഫസർ കുറുപ്പിനെ പരിചയപ്പെട്ടില്ലേ? മകളാ മണിക്കുട്ടി. ഊണ് കഴിച്ചിട്ടല്ലേ ഫോണുള്ളൂ എന്ന് ചോദിക്കാൻ പറഞ്ഞു. നോ താങ്ക്സ്, ഞാൻ ഉടനെ ഇറങ്ങും. അത് പറ്റില്ല. എന്നാ ഞാൻ കുറച്ച് ചക്ക പുഴുങ്ങാം. നല്ല വരിക്കച്ചക്കയുണ്ട്. ഇഷ്ടാവോ? പാലക്കാട്ടുകാരനല്ലേ, ചക്കപ്പുഴുക്കൊക്കെ ഇഷ്ടാവുമല്ലോ അല്ലേ? ഇഷ്ടമൊക്കെ തന്നെ, എന്നാലും ബുദ്ധിമുട്ടണ്ട. ഊണ് തന്നെ ആയിക്കോട്ടെ. ആ, എന്നാ പിന്നെ ഞാൻ ഊണ് കാലാക്കാം. മണിക്കുട്ടിയെ വാ. ഇതാ കിച്ചു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയിട്ടുള്ള നിപ്പ. ചെറുപ്പത്തിൽ സാധാരണ കുട്ടികൾ കാട്ടുന്ന വികൃതിയൊക്കെ അവനും കാട്ടിയിട്ടുള്ളൂ. പക്ഷെ കൂടെയുള്ള ഞാൻ പരമസാധുവാണല്ലോ. അവന്റെ ചെറിയ വികൃതികളൊക്കെ എല്ലാവരുടെയും മുന്നിൽ വലിയ അപരാധങ്ങളായി. അച്ഛന് സ്വതവേ മൂക്കത്താശുണ്ടി. കിച്ചുവിന് തല്ല് കിട്ടാത്ത ഒറ്റ ദിവസം ഉണ്ടായിട്ടില്ല. അച്ഛൻ്റെ അടിയെന്ന് വെച്ചാൽ ഇത്തിരി കടുപ്പമാണ്. ചെറുപ്പം മുതലേ അച്ഛൻ അവന്റെ പ്രധാന ശത്രു. അനന്തകൃഷ്ണൻ അല്ല, കിച്ചു. കിച്ചുവിനായിരുന്നു കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്. അനന്തവേട്ടൻ ഇപ്പൊ എന്താ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ. കിച്ചുവേട്ടനെ പറ്റിയല്ലേ? ആ കമ്മീഷണർ വന്നത് കിച്ചുവേട്ടനെ പറ്റി അറിയാനല്ലേ? സത്യം പറ, അനന്തവേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ വിഷമിക്കണേ? ആളോൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവേണ്ട ഒരു കുറ്റ. അവനെ ഒന്ന് കാണണമെന്ന് തോന്നുക വല്ലാണ്ട്. മണിക്കുട്ടിയെ, കൂടണയാറായില്ലേ നിനക്ക്? ദാ വരുന്നു. അപർണയുടെ കാര്യം പറഞ്ഞ് ഇതിങ്ങനെ വെച്ച് നീട്ടണത് ബുദ്ധിയല്ലെന്നാ എനിക്ക് തോന്നണ കുറുപ്പേട്ടാ. ഇത് നിങ്ങളുടെ നായരുടെ ചെവിയിലോട്ട് അങ്ങോട്ട് ഓതുക. ഊണ് കഴിഞ്ഞ് ഇറങ്ങിയതാ ബ്ലോക്ക് ഓഫീസിലേക്ക്. ആ, എല്ലാ കാര്യത്തിലും അയാൾ തന്നെ ഒരു ബ്ലോക്ക് ഓഫീസർ ആണല്ലോ. പിന്നിപ്പോ എന്താണാവോ? അനന്തവേട്ടാ, എന്നിട്ട് പോണുണ്ടോ? പോണം. മംഗലാപുരത്ത് തന്നെ എപ്പോഴും? അതെ. ഞാൻ പോണ്ടെന്ന് പറഞ്ഞാലും ആനന്ദവേട്ടൻ കേൾക്കില്ലല്ലോ. ഈ ആനന്ദവേട്ടൻ ഒരു പാവായിട്ടാ. പാവല്ലാത്തൊരാള്.